നമസ്കാരം. ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വേൾഡ് കപ്പ് തകൃതിയായി നടക്കുകയാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഈജിപ്തും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരം വലിയ വിവാദങ്ങളായി ലോകം മുഴുവൻ, പ്രത്യേകിച്ചും ഫുട്ബോൾ കളി പ്രേമികളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പക്ഷമായി തിരിഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷം തിരിഞ്ഞപ്പോൾ കൾച്ചറലി അതുപോലെ തന്നെ മതവിശ്വാസത്തിൻ്റെ പേരിൽ വലിയ ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഈ അർജൻറ്റീന ഈജിപ്റ്റ് മത്സരം തീർന്നിരിക്കുകയാണ്. ഫുട്ബോൾ കളി അധികം ഫോളോ ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടി ചെറിയ ഒരു വിവരണം പറയാം. ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുമ്പോൾ 16 ടീമുകളുടെ ആ ഒരു ലെവലിലുള്ള മത്സരത്തിൽ നോക്കൗട്ട് റൗണ്ടാണ് കേട്ടോ. അതായത് മത്സരം ജയിക്കുന്നവർ മാത്രമേ മുമ്പിലേക്ക് പോവുകയുള്ളൂ. കളി ഈജിപ്തും അർജൻറ്റീനയും തമ്മിലായിരുന്നു. കളിയുടെ ആദ്യത്തെ ഏതാണ്ട് 70 മിനിറ്റുകൾ ഈജിപ്റ്റ് 2 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ഈജിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും, പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, അറബ് മുസ്ലിം രാജ്യങ്ങളാണ് ഈജിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു മുസ്ലിം ഭൂരിപക്ഷ ദേശമെന്ന നിലയിൽ ഈ പറഞ്ഞ അറബ് ദേശങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഫാൻ ഫോളോയിങ് ഈജിപ്തിനുണ്ട്. അങ്ങനെ ഒരുപക്ഷെ ആദ്യമായിട്ട് ഈജിപ്റ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ് മത്സരത്തിൻ്റെ അവസാനത്തെ ഏതാണ്ട് 10 മിനിറ്റുകൾക്ക് അകമായിട്ട് 3 ഗോളുകൾ തിരിച്ചടിച്ച് നാടകീയമായിട്ട്, വേണമെങ്കിൽ സൂപ്പർ നാച്ചുറലി എന്ന് പറയാം, മെസ്സിയുടെ അർജൻറ്റീന ജയിക്കുവാനിടയായി തീർന്നു. അതോടുകൂടെ വിവാദങ്ങൾ കെട്ടഴിച്ചു വിട്ട പോലെ പ്രചരിക്കുവാൻ തുടങ്ങി. ഇത് മാച്ച് ഫിക്സിംഗ് ആണ്. അതായത് മെസ്സിയെയും കൂട്ടരെയും അതിര് കടന്ന് സഹായിച്ചതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞതെന്നൊക്കെ ഈജിപ്ഷ്യൻ കളിക്കാരും കോച്ചും പിന്നെ ഈജിപ്റ്റിനെ സപ്പോർട്ട് ചെയ്ത ഈ പറഞ്ഞ ആളുകളുമൊക്കെ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അതോടുകൂടെ വിഷയം കളിപ്രേമികളുടെ ഇടയിൽ ചർച്ചയായി. ഈ മത്സരം ചർച്ചയാകാൻ മറ്റൊരു കാരണവുമുണ്ട്. മത്സരം നടക്കുമ്പോൾ തന്നെ ഗാലറിയിൽ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചക്കാരൻ ഒരു ഇസ്രായേൽ ഫ്ലാഗ്, അതായത് അർജൻറ്റീനയുടെ സപ്പോർട്ടറാണ്, സ്റ്റേഡിയത്തിൽ ഒരു ഇസ്രായേലിൻ്റെ ഫ്ലാഗ് ഉയർത്തി കാണിച്ചു. അത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒക്കെ ഈ അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് വരുത്തി തീർക്കുവാൻ കാരണമായി തീർന്നു. അതിൻ്റെ ഒരു പ്രതികരണം എന്ന വണ്ണം ഈജിപ്തിൻ്റെ കോച്ച് ഒരു പാലസ്തീനിയൻ ഫ്ലാഗ് എടുത്ത് വീശി കാണിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ചേരിയായിട്ടങ്ങ് തിരിയുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രയേലിനെ അനുകൂലിക്കുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ, വേണമെങ്കിൽ ക്രിസ്ത്യൻ രാജ്യങ്ങളെന്ന് വിളിച്ചു, മറുഭാഗത്ത് പാലസ്തീനെ അനുകൂലിക്കുന്ന അറബ് ഈജിപ്റ്റ് ആരാധകർ, രണ്ടായിട്ടങ്ങ് ചേരിതിരിയുകയാണ്. അങ്ങനെ ഓൾറെഡി ചേരിതിരിച്ചിൽ മത്സരം നടക്കുമ്പോൾ തന്നെ ചില ഗസ്റ്റേഴ്സ് അതിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ശേഷമാണ് കളിയിൽ നാടകീയമായിട്ട് അർജൻറ്റീന ജയിക്കുന്നത്. അർജൻറ്റീന ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ താരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും വലിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഈജിപ്തുകാരുടെ കോച്ച് തന്നെ കൈ ഇങ്ങനെ പിണച്ച് എക്സ് അടയാളം കാണിക്കുന്ന ഒരു സൈനുണ്ട്. അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ സൂചിപ്പിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് സൈനാണ് ഇത് കാണിച്ചു. അതായത് ഞങ്ങൾക്കെതിരെ വംശീയമാകുന്ന ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് കോച്ച് കാണിച്ച ആ ഒരു ഗസ്റ്റർ, ആ ഒരു സൈൻ്റെ അടയാളം. അത് ഫിഫ അംഗീകരിച്ച ഒരു സൈനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈജിപ്തുകാർ പറയുന്നത് അർജൻറ്റീനയെയും മെസ്സിയെയും അതിന് വിട്ട് സഹായിച്ചിട്ടാണ് അവർ ഈ കളിയിൽ ജയിച്ചതെന്നാണ്. എന്നാൽ സത്യത്തിൽ ആ കളി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ആദ്യം 2 ഗോളിന് ഈജിപ്റ്റ് മുന്നിട്ട് നിന്നെങ്കിലും മത്സരത്തിൻ്റെ അവസാനത്തെ 10 മിനിറ്റിൽ കരുത്തരായ അർജൻറ്റീന വളരെ കൃത്യതയുള്ള ഗോളുകൾ, 3 ഗോളുകളും വളരെ കൃത്യതയുള്ള ഗോളുകളാണ്. ആ ഗോളുകൾ അടിച്ച് അവർ മത്സരം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടോ? ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ആരംഭം മുതൽ തന്നെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നൊരു വേൾഡ് കപ്പാണ്. നേരത്തെ തന്നെ ഞാൻ ഒരു പാഠഭേദം ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ
ക്യാപ്റ്റൻ അദ്ദേഹം കളിച്ച കളിയിൽ അദ്ദേഹം ഗോൾ അടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ആഫ്രിക്കക്കാരനായ മന്ത്രവാദി തൻ്റെ മന്ത്രവിദ്യകൾ പ്രയോഗിച്ചെന്നും അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്യാപ്റ്റന് ആഫ്രിക്കൻ രാജ്യവുമായിട്ടുള്ള മത്സരത്തിൽ ഗോളടിക്കാൻ കഴിയാതിരുന്നതെന്നും പിന്നീട് ആ മത്സരത്തിന് ശേഷം ഈ മന്ത്രവാദി തന്നെ പ്രഖ്യാപിച്ചു, ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനെ ആ ഒരു സ്പെൽ, ആ ഒരു മാന്ത്രിക വലയത്തിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്തിരിക്കുകയാണ്, അടുത്ത കളിയിൽ അദ്ദേഹം ഗോളടിക്കും എന്നൊക്കെ പറഞ്ഞു. അടുത്ത കളിയിൽ പുള്ളി ഗോളടിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വേൾഡ് കപ്പിൻ്റെ ആരംഭം മുതൽ ചർച്ചയായിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ചോദ്യം, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ വിശ്വാസമുള്ളവരൊക്കെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് മെസ്സിയോട് ദൈവത്തിന് പ്രത്യേക സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ മെസ്സിയുടെ ടീം ജയിച്ചത്. അല്ലെങ്കിൽ ഈ 16 റൗണ്ടിൽ തന്നെ മെസ്സി അർജൻറ്റീന പുറത്തു പോകുമായിരുന്നു. മെസ്സി ഇല്ലാത്ത വേൾഡ് കപ്പ് ഇനിയും ക്വാർട്ടർ മുതൽ അങ്ങോട്ട് കാണേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ദൈവം ഇടപെട്ടതാണെന്ന് ഈ പാശ്ചാത്യരാകുന്ന അർജൻറ്റീനയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ ഫാൻസൊക്കെ പറയാൻ തുടങ്ങി. മറുഭാഗത്ത് ഈജിപ്തുകാരുടെ ഒരു കളിക്കാരൻ പറഞ്ഞത്, എന്താണെങ്കിലും ഇവിടെ അനീതിയാണ് സംഭവിച്ചിരിക്കുന്നത്, കള്ളക്കളി കളിച്ചാണ് അവർ ജയിച്ചിരിക്കുന്നത്, അള്ള നോക്കിക്കോളും, അള്ളയുടെ കയ്യിൽ ഞങ്ങൾ ഇതങ്ങ് ഏൽപ്പിക്കുകയാണ്, ദൈവം നോക്കിക്കോളും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ഈജിപ്ഷ്യൻ കളിക്കാരൻ പറഞ്ഞു, ഈ കാര്യം ഞങ്ങൾ അള്ളയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, അനീതി സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു മത്സരം നടക്കുകയാണെന്ന് ചുരുക്കം. ഇതിനകത്ത് ഈജിപ്ഷ്യൻ അവർ വിശ്വസിക്കുന്ന ദൈവം അള്ളയാണോ ഇനിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? മറുഭാഗത്ത് മെസ്സിയെ അനുകൂലിക്കുന്നവർ പറയുന്നത് പോലെ മെസ്സിയുടെ ദൈവമാണോ ഈ കളിയിൽ ഇടപെട്ടത് എന്ന് ഒരു വലിയ റിലീജിയസ് ബാറ്റിലായിട്ട്, ഒരു കൾച്ചറൽ ബാറ്റിലായിട്ട്, ഒരു പൊളിറ്റിക്കൽ ബാറ്റിലായിട്ട് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൻ്റെ ഈ മത്സരം, പ്രത്യേകിച്ചും ഇനിയും അർജൻറ്റീനയുടെ മുൻപോട്ടുള്ള മത്സരങ്ങൾ മാറിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഇതിനകത്തൊന്നും നമുക്ക് അധികം കമൻറ്റ് പറയാൻ കഴിയില്ല. ഇതൊരു മത്സരമാണ്, കളിയാണ്. എന്താണെങ്കിലും മെസ്സിയെക്കുറിച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് ജയിച്ചപ്പോൾ മെസ്സി പറഞ്ഞിരുന്നു, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വേൾഡ് കപ്പെങ്കിലും ജയിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ മെസ്സിയോട് ചോദിച്ചു, ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ജയിക്കാൻ വേണ്ടി മെസ്സി പ്രാർത്ഥിച്ചു? അപ്പോൾ മെസ്സി മറുപടി പറഞ്ഞു, ഞാൻ ഒന്നിനെ പ്രാർത്ഥിച്ചുള്ളൂ, ഒരു വേൾഡ് കപ്പ് ജയിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. വലിയ കളിക്കാരുടെയൊക്കെ ആഗ്രഹമാകട്ടോ, അവർ കളിക്കുമ്പോൾ വേൾഡ് കപ്പ് ഒരിക്കലെങ്കിലും ജയിക്കണമെന്ന്. നമുക്കറിയില്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് പോലും ജയിക്കാതെ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തുപോയ കാഴ്ച കണ്ടു. അപ്പോൾ ഒരു വേൾഡ് കപ്പ് പോലും ജയിക്കാതെ ആ വലിയ കളിക്കാരൻ പുറത്തുപോയത് അദ്ദേഹത്തിനും സങ്കടമാണ്, കായിക ലോകത്തിനും അത് ഒരു നൊമ്പരമാണ്, ഒരു അത്ഭുതവുമാണ്. അപ്പോഴാണ് ഈ അർജൻറ്റീനക്കാരൻ മെസ്സി പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് ഒരു വേൾഡ് കപ്പെങ്കിലും ജയിക്കാൻ കഴിയണം. എന്താണെങ്കിലും കഴിഞ്ഞ വേൾഡ് കപ്പ് അർജൻറ്റീന ജയിച്ചു. ഫ്രാൻസുമായിട്ടുള്ള മത്സരം ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഏറ്റവും കരുത്തുള്ള ഫുട്ബോൾ മത്സരമായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ. ഫ്രാൻസും ഈ പറഞ്ഞ അർജൻറ്റീനയും തമ്മിലുള്ള മത്സരമെന്നാണ് ഈ കായിക പ്രേമികൾ പറയുന്നത്. എന്താണെങ്കിലും ഈ പ്രാവശ്യം ജയിക്കാനൊന്നും മെസ്സി പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നിനെ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ എന്നൊക്കെയാണ് മെസ്സി പറഞ്ഞത്. എന്താണെങ്കിലും പണ്ട് ഒരു അർജൻറ്റീനക്കാരൻ കളിക്കാരുണ്ടായിരുന്നു, ഡിയാഗോ മറഡോണ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്, ഒരു ഗോൾ തൻ്റെ കയ്യിൽ തട്ടിയാണ് ഗോൾ പോസ്റ്റിൻ്റെ അകത്ത് കയറിയത്. പിന്നീട് ക്യാമറ കണ്ണുകൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ദൈവത്തിൻ്റെ കൈയായിരുന്നെന്ന്. ഇപ്രാവശ്യവും അന്ന് ഈ ഡിയാഗോ മറഡോണയുടെ ഗോള് ദൈവത്തിൻ്റെ കൈ തട്ടി കയറിയ ഗോള്, മറഡോണ എന്ന മനുഷ്യൻ്റെ കൈയാണെങ്കിൽ പോലും അങ്ങനെ വ്യാഖ്യാനം വന്നത് കേട്ടോ, അത് ദൈവത്തിൻ്റെ കൈയായിരുന്നു എന്ന് വ്യാഖ്യാനം വന്ന ഒരു കോൺട്രവേഴ്സി ജയം പണ്ടത്തെ അർജൻറ്റീനയ്ക്കുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിലും മെസ്സി നെടുനായകത്വം വഹിക്കുന്ന വേൾഡ് കപ്പിലും ഈ ഈജിപ്റ്റ് അർജൻറ്റീന മത്സരം അവസാന മിനിറ്റുകൾ ഒരു ദൈവത്തിൻ്റെ കൈയുടെ ചലനമുണ്ടായിരുന്നെന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്താണെങ്കിലും രണ്ട് പക്ഷമായി ലോകത്തെ തരംതിരിച്ചിരിക്കുന്നു. ഒരിടത്ത് ഇസ്രയേലും മറുഭാഗത്ത് പാലസ്തീനും. അതൊരു പൊളിറ്റിക്കൽ ഒരു കോൺഫ്ലിക്റ്റാണ്. അതോടൊപ്പം തന്നെ അതിനപ്പുറമായ കൾച്ചറൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ്.
മെസ്സിയുടെ ദൈവമാണോ അതോ ഈജിപ്തുകാരുടെ അള്ളാഹു ആണോ കളിയിൽ കൂടുതൽ കരുത്ത് കാണിച്ചത് എന്നുള്ള ചോദ്യം ഈ വേൾഡ് കപ്പിൽ പിന്നെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം അങ്ങനെ കൾച്ചറലി റിലീജിയസ്ലി ഈ രണ്ട് പക്ഷമായിട്ട് ആളുകൾ ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത്. എന്താണെങ്കിലും മെസ്സി പ്രാർത്ഥിച്ചിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്രാവശ്യം വേൾഡ് കപ്പ് ജയിക്കണമെന്ന്. പക്ഷേ ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് മെസ്സി ജയിച്ചാൽ അത് പ്രാർത്ഥിക്കാതെ ദൈവം മെസ്സിക്ക് കൊടുത്ത ഒരു ബോണസാണെന്ന് നാളെ ആരെങ്കിലും മാധ്യമപ്രവർത്തകർ പറഞ്ഞാൽ എഴുതിയാൽ നമുക്ക് കുറ്റം പറയേണ്ടി വരികയില്ല. കാരണം ഈ ഈജിപ്ഷ്യൻ മത്സരത്തിൽ എന്തോ ഒരു അത്ഭുതം അവസാനത്തെ 10 മിനിറ്റിൽ സംഭവിച്ചു. അത് സൂപ്പർ നാച്ചുറലായിരുന്നു, അതൊരു മിറക്കിളായിരുന്നു എന്ന് മാത്രമാണ് ആസാദിയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മെസ്സിയുടെ ജീവിതം തന്നെ ഒരു മിറക്കിളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദം ചെയ്തിരുന്നു മെസ്സിയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച്. എങ്ങനെയാണ് മെസ്സി ജീവിതത്തിൽ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഒരു കായിക ഇതിഹാസമായി മാറിയതെന്ന് ഒരു പാഠഭേദം ഞാൻ ചെയ്തിരുന്നു. ആ പാഠഭേദത്തിൽ പറഞ്ഞ മെസ്സിയുടെ ചരിത്രം കൂടെ ഈ വീഡിയോടൊപ്പം കാണിക്കുകയാണ്. വീഡിയോ മുഴുവൻ നിങ്ങൾ ബാക്കിയുള്ളത് കൂടെ കാണണം. എന്താണെങ്കിലും ഞാനീ പറഞ്ഞ കൾച്ചറൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ബാറ്റിലിൽ ഒരു പക്ഷവും ചേരുന്നില്ല. കളി മുൻപോട്ട് പോകട്ടെ. കളി മുൻപോട്ട് പോകുമ്പോൾ അങ്ങ് ഫൈനൽ വരെ എത്തുമ്പോൾ ഇനിയും ഒത്തിരി അത്ഭുതങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു. ആ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹിന്ദിക്കാരുടെ ഭാഷയിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വേറൊരു ടിപ്പണിയും ഇനി ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ മെസ്സിയുടെ ജീവചരിത്രം ഒന്ന് കണ്ടു നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ഡെസ്കിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. വീഡിയോ തുടർന്ന് നിങ്ങൾ കണ്ടാട്ടെ. മെസ്സിയുടെ കുട്ടിക്കാലം മുതലുള്ള കഥകൾ വളരെയധികം ആവേശകരമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ചില ഈ പറഞ്ഞ അർജന്റീനിയൻ ക്ലബ്ബുകളിലേക്ക് പ്രവേശനം ലഭിച്ചു. പക്ഷേ 10-13 വയസ്സുള്ളപ്പോൾ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. മെസ്സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ പ്രശ്നമുണ്ട്. അതായത് ഗ്രോത്തിനെ സഹായിക്കുന്ന, വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ മെസ്സിയുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അവരുടെ വളർച്ച നിന്നു പോകും, പിന്നെ അവർക്ക് ഹൈറ്റും വെയിറ്റും വെക്കുകയില്ല. ഇതേ ഒരു കണ്ടീഷൻ, ഒരു ഹോർമോൺ കണ്ടീഷനുള്ള വ്യക്തിയായിരുന്നു മെസ്സി എന്ന് പറയുമ്പോൾ ആ മെസ്സി എങ്ങനെയാണ് ഇപ്രകാരം ഒരു കായിക അത്ഭുതമായി മാറിയത് എന്ന് പറയുമ്പോൾ അത് വളരെ ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. 10-13 വയസ്സുള്ളപ്പോൾ ക്ലബ്ബുകളിലൊക്കെ കളിച്ച് മിടുക്കനായി വരുമ്പോഴാണ്, ഒരു സാധാരണ കുടുംബത്തിലെ വ്യക്തിയാണെന്ന് മനസ്സിലാക്കണം. വലിയ പണമോ ഒന്നുമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയൊന്നുമല്ല. പക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു രോഗം കണ്ടുപിടിക്കപ്പെടുകയാണ്. ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ട് മെസ്സിക്ക് ഇനി ഹൈറ്റ് ഒന്നും വെക്കത്തില്ല. കായിക ജീവിതം അവിടെ അവസാനിപ്പിച്ചു. ഇനിയൊരു ഫുട്ബോളറായി തീരുക എന്നുള്ള സ്വപ്നമൊന്നും നടക്കുകയില്ല. പ്രതിവിധിയായിട്ടുള്ളത് ഹോർമോൺ കൃത്യമായ ഇന്റർവെൽസിൽ കുത്തിവെക്കണം. അങ്ങനെ കുത്തിവെച്ച് മെസ്സിയെ ശരിക്കും കുത്തിവെച്ച് വളർത്തണം, ഹോർമോൺ കുത്തിവെപ്പ് കൊടുത്ത് വളർത്തണം എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു. ഈ ഹോർമോൺ ചികിത്സയ്ക്ക് വലിയ ചെലവാണ്. മെസ്സിയുടെ പിതാവ് കുറച്ചൊക്കെ പൈസ കഠിനമായി അധ്വാനിച്ച് സ്വരൂപിച്ച് മെസ്സിക്ക് ഹോർമോണൊക്കെ കുത്തിവെച്ച് കുറേ സമയമൊക്കെ മുൻപോട്ട് കൊണ്ടുപോയി. പക്ഷേ അതിനും ഒരു പരിധിയില്ലേ. ഒരു പാവം പിടിച്ച വീട്ടിൽ നിന്ന് എത്രയും അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും. മെസ്സിയുടെ ക്ലബ്ബുകൾ, അർജന്റീനിയൻ ക്ലബ്ബുകൾ അത്ര ശക്തിയുള്ള ക്ലബ്ബുകളല്ല, അത്ര പാങ്ങുള്ള ക്ലബ്ബുകളല്ല ഈ പറഞ്ഞതുപോലെ വലിയ ഹോർമോൺ ചികിത്സകൾക്കൊന്നും സഹായം കൊടുക്കുവാൻ. അത് തന്നെയല്ല ഈ 13 വയസ്സുള്ള ചെറുക്കനെ കുത്തിവെപ്പ് കൊടുത്ത് വളർത്തിയെടുത്തിട്ട് അവൻ്റെ ഭാവിയിൽ അവൻ എന്തായി തീരുമെന്നൊന്നും ആളുകൾക്കൊരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാഴ്സലോണ എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബ് മെസ്സിയെ ശ്രദ്ധിക്കുന്നതും മെസ്സിയെ ആ ക്ലബിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവിടെയാണ് മെസ്സിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടായത്. ബാഴ്സലോണയുടെ ക്ലബ്ബുമായിട്ട് മെസ്സിയുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നത് ഒരു വെള്ളപ്പേപ്പർ കിട്ടാനില്ലാഞ്ഞത് കൊണ്ട് അവിടെ ഒരു ഹോട്ടലിൽ ഒരു നാപ്കിൻ, നമ്മുടെ ഭാഷയിൽ ഒരു ടിഷ്യൂ പേപ്പർ, ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലാണ് ബാഴ്സലോണയുടെ ആ ഒരു അതോറിറ്റിയിലുള്ള ആള് മെസ്സിയുടെ കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഒരു നാപ്കിൻ്റെ മുകളിൽ കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത്
ബാഴ്സലോണ ക്ലബിലേക്ക് മെസ്സി ചേർക്കപ്പെട്ടപ്പോൾ ബാഴ്സലോണക്കാർ ഒരു കാര്യം കൂടി ചെയ്തു, അവൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുത്തു. അതായത് മെസ്സിയെ ഹോർമോൺ കുത്തിവെച്ച് വളർത്താനുള്ള ഉത്തരവാദിത്വം അവരുടേതായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, കൃത്യമായ ഹോർമോൺ കുത്തിവെപ്പുകൾ കിട്ടി. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ മെസ്സിയെ വളർത്തിയെടുത്തു, ലിറ്ററലി വളർത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ കുത്തിവെച്ച് ഹൈറ്റും വെയിറ്റും കൊടുത്ത് വളർത്തിയെടുത്ത ഒരു താരമാണ് മെസ്സി. പിന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബാഴ്സലോണയ്ക്ക് വേണ്ടിയും പിന്നെ ആദ്യത്തെ അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള വേൾഡ് കപ്പിലൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവനൊരു അത്ഭുതമായി മാറുകയാണ്. ഇപ്പോഴും നമുക്കറിയാമല്ലോ, മറ്റ് സ്പോർട്സ് താരങ്ങൾ ഫുട്ബോളേഴ്സുമായിട്ടൊക്കെ താരതമ്യം ചെയ്താൽ ഈ പറഞ്ഞ ഹൈറ്റിൻ്റെ കാര്യത്തിലൊക്കെ അല്പം കുറവാണ് മെസ്സിക്ക്. കാരണം ഈ ഒരു ഹോർമോൺ പ്രശ്നമായിരുന്നു. പക്ഷെ എന്നാലും തൻ്റെ പന്തടക്കം കൊണ്ട്, തൻ്റെ കളിവിരുത് കൊണ്ട് അദ്ദേഹം അതിനെയൊക്കെ, ആ ലിമിറ്റേഷൻസിനെയൊക്കെ അതിജീവിച്ച് ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ്. മെസ്സിയുടെ പന്തടക്കത്തെക്കുറിച്ച്, ഫുട്ബോൾ കളിയുടെ മികവിനെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നത് എന്നുകൂടെ പറഞ്ഞേ പറ്റുകയുള്ളൂ. ഒന്നാമത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ താൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. മെസ്സി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഫാമിലിയാണ്, തൻ്റെ കുടുംബമാണ്. മറ്റ് പല കായിക താരങ്ങളും അല്പം പോപ്പുലറൊക്കെ ആയിക്കഴിയുമ്പോൾ, വലിയ സെലിബ്രിറ്റീസ് ആയിക്കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒത്തിരി വിവാദങ്ങളിൽ, പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഒത്തിരി വിവാദങ്ങളിൽ പോയി വീഴും. ഒരുവിധപ്പെട്ട താരങ്ങളൊക്കെ പല ഡിവോഴ്സും പല ബന്ധങ്ങളും അങ്ങനെയുള്ള പല കഥകളും വിവാദങ്ങളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ മെസ്സിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഥ പോലും കേൾപ്പിച്ചില്ല എന്ന് മാത്രമല്ല, തൻ്റെ ബാല്യകാലം മുതലുള്ള തൻ്റെ ബാല്യകാല സുഹൃത്ത്, തൻ്റെ കൂടെ വളർന്നു വന്ന ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചു. മാത്രമല്ല ആ പെൺകുട്ടിയോട് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഇന്ന് വരെ മെസ്സി ജീവിക്കുന്നു. 3 കുട്ടികളാണ് അവർക്ക് ഉള്ളത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത്, മെസ്സി ഏതെങ്കിലും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആരാധിക വന്ന് മെസ്സിയോടൊരു ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെട്ടാൽ കൂടെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ മെസ്സി കൃത്യമായ അകലം ആ ഒരു സ്ത്രീയുമായിട്ട് പാലിക്കും. തൊട്ടുരുമി നിന്നോ തോളത്ത് കൈയിട്ടോ ഒന്നും മെസ്സി ഫോട്ടോ എടുക്കുവാൻ സമ്മതിക്കത്തില്ല. മാത്രമല്ല അബദ്ധത്തിൽ പോലും അവരുടെ ശരീരത്തിൽ കൈയൊന്നും സ്പർശിക്കാതിരിക്കാൻ മെസ്സി തൻ്റെ കൈ ഒരു സൈഡിലേക്ക് ഒതുക്കി മാറ്റി പിടിച്ചൊക്കെ മാത്രമേ മറ്റൊരു സ്ത്രീയുമായിട്ട് താൻ ഫോട്ടോ എടുക്കത്തുള്ളൂ. മെസ്സി അതിനെക്കുറിച്ച് പറയുന്നത്, ഒരു ഫോട്ടോയിൽ പോലും എൻ്റെ ഭാര്യയ്ക്ക് സംശയം തോന്നുന്ന ഒരു സീൻ ഉണ്ടാക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതൊക്കെ വളരെ എക്സംപ്ലറിയാണ്, അനുകരിക്കേണ്ട മാതൃകയാണ്. മെസ്സി ഒരു നല്ല ക്രിസ്ത്യനായിട്ട് അറിയപ്പെടുമ്പോൾ തന്നെ മെസ്സി തൻ്റെ ജീവിതത്തെ എങ്ങനെ ഒതുക്കി നിർത്തിയിരിക്കുന്നു, നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ള പാഠവും ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൈമാറുകയാണ്. വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ട് ഇങ്ങനെ കുറേ നല്ല പാഠങ്ങൾ പറഞ്ഞു തരാം എന്ന് ഓർത്തു.